അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള വിശ്വാസികളെ, വിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സമയങ്ങളും വലിയ പ്രതിഫലങ്ങൾ വാരിക്കോരി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാൻ വേണ്ടി പ്രത്യേകമായി നമുക്ക് സംവിധാനിച്ച റമദാൻ. ഓരോ സമയങ്ങളും അത്ഭുതമാണ്. നമ്മൾ ഉറങ്ങുന്നത് ഇബാദത്താണ്, നമ്മളുടെ മൗനം തസ്ബീഹാണ്. അതുകൊണ്ട് ആ റമദാനെ ഏറ്റവും നന്നായി പരിപാലിച്ച് ധാരാളം നന്മകൾ സുഹൃതങ്ങൾ നേടിയെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ചൊരു ഹദീസ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ്. അവിടെ നബി തങ്ങൾ പറഞ്ഞു, അസിയാമു ജുന്നത്തു, നോമ്പ് പരിചയാണ്, മാലം യഖ്രിഖുഹ, ആ നോമ്പിനെ പൊളിച്ചു കളയാത്തിടത്തോളം കാലം, നോമ്പിനെ പൊളിച്ചു കളയാത്തിടത്തോളം കാലം അത് പരിചയാണ്. നോമ്പ് മറ്റുള്ളതാകുന്ന ഒരു യോദ്ധാവ് യുദ്ധത്തിനിറങ്ങുമ്പോൾ അവന്റെ എതിരെ വരുന്ന അക്രമങ്ങളെ ഒക്കെ തടുക്കാൻ വേണ്ടി അവൻ പരിചയം ഉപയോഗിക്കുന്നത് പോലെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന പരിചയാണ് മറ്റുള്ള എല്ലാ തിന്മകളെയും എല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി, നമ്മളുടെ പിശാചിനെ പ്രതിരോധിക്കാൻ ഈ രൂപത്തിൽ നമുക്ക് നൽകിയ ഒരു പരിചയമാണ്. എന്നാൽ അത് നോമ്പ് പൊളിച്ചു കളയാത്തിടത്തോളം കാലമാണ്. അപ്പൊ എങ്ങനെയാണ് അതിനെ പൊളിച്ചു കളയുന്നത് എന്ന് നബി തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ബികെദിബിൻ വ ഗൈബത്തിൻ, കളവ് പറഞ്ഞുകൊണ്ടാണ്, അതുപോലെ പരദൂഷണം പറഞ്ഞുകൊണ്ടാണ് ആ നോമ്പിനെ പൊളിച്ചു കളയുന്നത്. അതായത് പരിചയാകുന്ന ഈ നോമ്പ് തകർന്നു പോകുന്നത് നമ്മുടെ നാവിലൂടെ വരുന്ന മറ്റുള്ളവരെ കുറിച്ചുള്ള ആരോപണങ്ങള്, അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലുകള്, ഗീബത്തുകള്, ഇത് കളവ് പറയുക, ഇത്തരത്തിലുള്ള സംസാരങ്ങളിലൂടെ ഒരാളുടെ നോമ്പ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ആ രൂപത്തിൽ നോമ്പ് നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകുമ്പോഴാണ് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതാകുന്ന രണ്ട് സഹോദരിമാര്, രണ്ട് സ്ത്രീകള് ദാഹം കാരണം അവര് മരണത്തോട് മല്ലിടുകയാണ്. മരണത്തോടടുത്തു, നോമ്പുകാരാണ്, മരണത്തോടടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്ന് പരാതി പറഞ്ഞു, നബിയെ, രണ്ട് പെണ്ണുങ്ങള്, രണ്ട് സ്ത്രീകൾ അവർ നോമ്പെടുത്തവരാണ്, പക്ഷേ അവർക്ക് ദാഹം കാരണം അവർ മരിക്കാനെടുത്തു, അവർക്ക് വെള്ളം കൊടുക്കണ്ടയോ, അവരെ നോമ്പുകാരല്ലയോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതികരിച്ചത്, അവര് അള്ളാഹു ഹലാലാക്കിയത് കൊണ്ട് നോമ്പെടുത്തവരാണ്, ഹലാലാക്കിയ മാർഗത്തിലൂടെ ഇടയത്താഴം കഴിച്ച് നിയത്ത് വെച്ചുകൊണ്ട് നോമ്പെടുത്തു, പക്ഷേ അവൻ ഹറാമാക്കിയ മാർഗത്തിലൂടെ അവരെ നോമ്പിനെ മുറിച്ചു കളഞ്ഞു. അതാണ് അവർക്ക് ഇത്തരത്തിലുള്ളതാകുന്ന മോശമാകുന്ന അന്ത്യം, ദാഹിച്ചുകൊണ്ട് നോമ്പ് പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവരെത്തിയത്. എന്താണ് അവര് അള്ളാഹു ഹറാമാക്കിയതിലൂടെ അവർ നോമ്പിനെ മുറിച്ചു കളഞ്ഞു എന്ന് പറയാൻ കാരണം, അവർ രണ്ടുപേരും കൂടിയിരിക്കും. ഈ രണ്ട് സ്ത്രീകളുടെയും പരിപാടി, രണ്ടാളുകളും കൂടിയിരുന്നിട്ട് മറ്റുള്ളവരെ കുറിച്ചുള്ളതാകുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അവരെക്കുറിച്ച് ആരോപണങ്ങള്, അവരെ കുറിച്ചുള്ള പരദൂഷണങ്ങൾ, ഗീബത്തുകൾ ഇങ്ങനെ പറഞ്ഞു അവരുടെ നോമ്പിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രൂപത്തിൽ സൂചന കൊടുത്തു. അതുകൊണ്ട് ഒരാളുടെ നോമ്പ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാകണമെങ്കിൽ, അള്ളാഹു പ്രതിഫലം നൽകുന്നതാകണമെങ്കിൽ പ്രിയമുള്ളവരെ കുറെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ചത്, മല്ലം യദഅ ഖൗല സുവരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അയ്യദഅ തുആമഹു വ ശറാബഹു. ഒരാള് ഭക്ഷണം കഴിക്കുന്നില്ല, അതുപോലെ പാനീയം ഉപേക്ഷിക്കുന്നു, പക്ഷേ അവന്റെ നാവിനെ അവൻ സൂക്ഷിക്കുന്നില്ല, അവൻ മോശമായ വർത്തമാനങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല, വൽ അമല ബിഹി, മോശമായ പ്രവർത്തികൾ ചെയ്യുന്നതിനെ തൊട്ട് അവൻ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് മാറി നിൽക്കുന്നില്ല. സാധാരണ ജീവിതത്തിലെ പോലെ തന്നെ തോന്നിയവാസങ്ങളുമായിട്ട് പള്ളികളുമായി ബന്ധപ്പെടാതെ റമദാനിന്റെ സമയങ്ങളിലും അശ്ലീലതകളോടുകൂടി കൂട്ടുകൂടുകയാണെങ്കിൽ, അതുപോലെ ഫിത്നകളും ഫസാദുകളും പറഞ്ഞ് സമയം നശിപ്പിച്ചു കളയുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള ആളുകൾ പട്ടിണി കിടക്കുന്നത് കൊണ്ട് ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അയ്യദഅ തുആമഹു വ ശറാബഹു, അവന്റെ പാനീയം, അവൻ ഭക്ഷണം ഉപേക്ഷിക്കുന്നത് പടച്ചവന് ആവശ്യമില്ല. അതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന നോമ്പുകാരാകാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഈ വിശുദ്ധ റമദാനിലുടനീളം നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഇല്ലായ്മകൾ, അതുപോലെ ആരോപണങ്ങൾ, ദുരാരോപണങ്ങൾ, പ്രശ്നങ്ങൾ, ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് നന്മകളിലൂടെ സുഹൃതങ്ങൾ നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.